1985 മെക്സിക്കോ സിറ്റിയിൽ വളരെ വലിയൊരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ കെട്ടിടം ഒന്നായിട്ട് ഇടിഞ്ഞു പൊള്ളി വീയാണ്. അങ്ങനെ നിരവധി പേര് ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് മരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആശുപത്രിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ജനിച്ചിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരെല്ലാം തന്നെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്തു. അതായത് ആ ഒരു ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് 1-2 ദിവസമല്ല, അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം. അതായത് 7 ദിവസത്തോളം ഒരു മനുഷ്യ സമ്പർക്കവും ഇല്ലാണ്ട് അതിഭയാനകരമായിട്ട് ഭയങ്കര ചുട്ടുപൊള്ളുന്ന ഒരു ചൂടിലും വെള്ളം പോലും ലഭിക്കാണ്ട്, ഭക്ഷണം പോലും ലഭിക്കാണ്ട്, അതിൽ മനുഷ്യനായിട്ട് മറ്റാൾക്കാരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത തരത്തിൽ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലായിട്ട് അതിൽ 7 ദിവസത്തോളം അതിനെല്ലാം തന്നെ അതിജീവിച്ചിട്ടാണ് ഇവര് അത്തരത്തിൽ ഇവർ സർവൈവ് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്നാണെങ്കിലും മിറാക്കിൾ ബേബീസ് എന്നൊക്കെയാണ് ഇന്ന് വരെ വിളിച്ചു വരുന്നത്. ബെൽജിയത്തിലെ ഒരു ബിയർ പാർലറിൽ അവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ബിയർ കുടിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ബിയർ ഗ്ലാസുകൾ തട്ടി മാറ്റി കൊണ്ടുപോകാതൊക്കെ വേണ്ടി, അതായത് ബിയർ ഗ്ലാസുകൾ കട്ടുകൊണ്ട് പോകാതൊക്കെ വേണ്ടി ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഷൂകളിൽ ഒന്ന് അവിടുത്തെ സ്റ്റാഫിന് നൽകണം. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ ഒരു വല തൂക്കിയിട്ടുണ്ടായിരിക്കും. ആ വലയിൽ ഇങ്ങനെ സീലിങ്ങിൽ തൂക്കി കെട്ടി പൊക്കുകയാണ് ചെയ്യുക. ഇത് ആക്ച്വലി ഗ്ലാസുകൾ കട്ടോട്ടും പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടി ചെയ്തു വരുന്നുണ്ട്.